ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലീവുള്ള ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് ലീവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് എണീറ്റതും. അപ്പോൾ ഇപ്പം ഏകദേശം 11 മണിക്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് ഉണ്ടാക്കാം, എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാം, എന്നിട്ട് ഉച്ചയ്ക്കത്തേക്ക് നല്ലൊരു ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെഡിയാക്കാൻ നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കാമെന്ന്, കൂട്ടത്തിൽ മുട്ട ബുൾസയും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു പാൽ ചായയും കൂടി വെച്ചിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നും. പിന്നെ ഞാൻ വിരിച്ചു കുറച്ച് റോസ്മേരിൻ്റെ വെള്ളം റെഡിയാക്കാമെന്ന്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മുടി കൊഴിച്ചിൽ നല്ലോണമുണ്ട്, എനിക്കും ഉണ്ട് കൂട്ടത്തിൽ. ഇവിടെ വന്നതിന് ശേഷം, അതായത് UAE വന്നതിന് ശേഷം നല്ല മുടി കൊഴിച്ചിലാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ഒരുപാട് ആക്കി വെക്കലില്ല, ആവശ്യത്തിനാണ് വെക്കാറ്. അപ്പം അതങ്ങനെ തിളക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ ബ്രെഡാട്ടോ നമ്മളിത്. അപ്പം നമുക്കിനി ഇത് കഴിക്കണം. കൂട്ടത്തിൽ നല്ലൊരു പഴയ സിനിമയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നല്ലപോലെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് പുറത്തൊക്കെ വന്നു നോക്കി, കാരണം നല്ല വെയിലുണ്ട് ഇപ്പം. അക്കൂട്ടത്തിൽ ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന്. കാരണം ഇന്നലെ നമ്മൾ കപ്പയും ചിക്കൻ കറിയാണ് കഴിച്ചത്. അപ്പോൾ ലേശം ചിക്കൻ കറി ഉള്ളതെന്ന് വിചാരിച്ചു ഗീ റൈസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഗീ റൈസൊക്കെ കുക്കറിൽ വെച്ചു. അപ്പം തന്നെ നമ്മൾ രണ്ടുപേരും കൂടി അതിന് വേണ്ട സൈഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ചമ്മന്തിയും അതുപോലെ തന്നെ തൈരും, അതും കൂടി റെഡിയാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൈര്. ഒട്ടുമിക്ക ആളും പറയുന്നതൊക്കെ തൈര് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലവർ പറയും തൈര് അങ്ങനെ കൂട്ടരുത് എന്നൊക്കെ, അതായത് ചിക്കൻ മീൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം തൈരൊക്കെ ആക്കി, പിന്നെ നമ്മളെ ചമ്മന്തിയും കൂടി റെഡിയാക്കി. അങ്ങനെ ഫുഡ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ്. അപ്പോഴത്തേക്കും നമ്മളെ റോസ്മേരി ഒന്ന് തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഒരു ബോട്ടിലോട്ട് മാറ്റി. ഈ ഒരു ബോട്ടിലാണ് ഞാൻ ആക്കി വയ്ക്കാറ്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാലും മതി, ഒരുപാട് ആയി പോവുകയില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി. കാരണം രാവിലത്തെ ഫുഡ് അത്ര അങ്ങോട്ട് ഏറ്റില്ല. പിന്നെ നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക. പിന്നെ നമുക്ക് എന്തെങ്കിലും പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് പൊളിച്ച് നോക്കുമല്ലോ. ഇന്നാണെങ്കിൽ പെട്ടെന്ന് സമയം പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ റോസ്മേരി വാട്ടറും ഓയിലും ഒക്കെ നമ്മൾ രണ്ടുപേരും തേച്ചു. കാരണം ഇപ്പം അതൊരു ഡെയിലി റുട്ടീനാണ്. രണ്ടുപേർക്കും നല്ല താരൻ്റെ ശല്യമുള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും എന്തായാലും അത് നല്ല രീതിയിൽ തേച്ച് കഴിഞ്ഞാലേ പോവും. പക്ഷെ ഇപ്പം ഏറെക്കുറെ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ അതൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ ഒരു 6:30 ആയപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. കാരണം നമ്മൾ വിചാരിച്ചു പുറത്തൊന്ന് പോകാമെന്ന്. വേറെ ഇങ്ങോട്ടല്ല, സിറ്റി സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം റെഡിയായി നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് പൊതുവേ ചൂട് കുറവുണ്ട്. സാധാരണ ഈ ഒരു ടൈമൊക്കെ നല്ല ചൂടുണ്ടാവലുണ്ട്. ഇനി അങ്ങോട്ട് ചൂടൊക്കെ കുറവാണെന്ന് തോന്നുന്നു. സാധാരണ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിയർത്തുകൊണ്ട് നിൽക്കും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു കടയാട്ടോ അത്, തലശ്ശേരി തട്ടുകട എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ കുറേ ആയി പോവാണ്ട്. അപ്പം അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. ഒരു മുട്ട വെച്ചിട്ട് എന്തോ ഒരു ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്തായാലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സിറ്റി സെൻറ്ററിലോട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് സിറ്റി സെൻറ്റർ. ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ, മൂവീസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പോയി ഫസ്റ്റ് നമ്മൾ കയറിയത് മാക്സിലോട്ടാണ്. എനിക്ക് തോന്നുന്നു വെറുതെ പോയതാണ്, കാരണം വലിയ കളക്ഷനൊന്നും ഇല്ല അതിനും. പക്ഷേ കുട്ടികളേതും അതുപോലെ തന്നെ ചെരുപ്പ്, ഷൂസ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരുപാട് ടോപ്സ് ഉണ്ട്, പക്ഷേ അതൊക്കെ വലിയ ലെങ്ത്താണ്. അപ്പം എന്നെ അപേക്ഷിച്ച് അതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് അതിലൂടെയൊക്കെ നടന്ന് നമ്മൾ പിന്നെ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കറങ്ങണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് നോക്കി, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി മിനിസോയിലോട്ടാണ് പോകുന്നത്.
അപ്പോൾ ഇതാണ് മിനിസോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇവിടെ അതുപോലെ ഒരുപാട് വെറൈറ്റി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിനൊക്കെ ലൈറ്റും അതുപോലെ തന്നെ സൗണ്ടും ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഒരുപാടൊന്നുമില്ല, 2-3 സാധനം. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഓണം എത്താനായല്ലോ, കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. കുട്ടി വ്ളോഗായിപ്പോയി. അപ്പം വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.